മുനമ്പം ഭൂമി പ്രശ്നത്തിൽ കൈവശാവകാശമുള്ള ആരെയും ഒഴിപ്പിക്കില്ലെന്ന് മന്ത്രി പി രാജീവ്. ഇനി ഒരു നോട്ടീസും വഖഫ് ബോർഡ് നൽകില്ല. നിയമപരമായ അവകാശം പരിശോധിക്കാൻ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ രൂപീകരിക്കും. നിയമപരമായ സഹായം സർക്കാർ നൽകുമെന്നും 3 മാസം കൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രിമാർ പറഞ്ഞു. എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 4 തീരുമാനങ്ങളാണ്. ഒന്ന്, അവിടെ താമസിക്കുന്ന അർഹരായിട്ടുള്ള കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരെ ആരെയും ഒഴിപ്പിക്കില്ല, അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടണം. ഇതാണ് എടുത്തിട്ടുള്ള ആദ്യത്തെ 2 തീരുമാനങ്ങൾ. ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് ഈ കൈവശമുള്ള ആളുകളുടെ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നിയമപരമായ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും, അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ ആ പരിശോധന നടത്താൻ ഒരു കമ്മീഷനായി നിയോഗിക്കാനായിട്ട് യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ സർക്കാർ നൽകും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി വിജിൻ വായന്തോട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിജിൻ, ഉന്നതതല യോഗത്തിൽ 4 നിർണായകമായ തീരുമാനങ്ങളാണ് എടുത്തത് പ്രശ്നം പരിഹരിക്കാൻ. അതായത് അവിടെ കൈവശമുള്ളവരുടെ ഭൂമി അവർക്ക് നഷ്ടമാകാതെ, അവർ കുടിയൊഴിപ്പിക്കാതെ ഇരിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ. അതിനാണ് ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം നിയമിക്കുന്നത്. എന്തൊക്കെയാണ് ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രിമാർ വിശദീകരിച്ചത്? അജിംഷാദ്, തീർച്ചയായും മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ 4 സുപ്രധാനമായ തീരുമാനമാണ് ഉന്നതതല യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതാണ് നേരത്തെ മന്ത്രിമാർ തന്നെ വിശദീകരിച്ചത്. ഏകദേശം 1.5 മണിക്കൂറോളം സമയം നീണ്ടുനിന്ന മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിന് ശേഷമാണ് സുപ്രധാനമായ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. വഖഫ് ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരാണ് ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്. അതിൽ 4 സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്ന്, കൈവശാവകാശമുള്ള ആരെയും ഇനി ആ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കില്ല, ഒരു നോട്ടീസും വഖഫ് ബോർഡ് നൽകില്ല. ഇങ്ങനെയൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡിന് മുന്നിൽ വെച്ചു. വഖഫ് ബോർഡ് ഇത് അംഗീകരിക്കുകയും ചെയ്തു. ഇനിയൊരു നോട്ടീസ് നൽകില്ല എന്ന് മാത്രമല്ല, നിലവിൽ നോട്ടീസ് നൽകിയ സംഭവങ്ങളിൽ അതിൽ നിയമ നടപടി ഉണ്ടാകില്ല എന്ന കാര്യത്തിലുള്ള ഉറപ്പും വഖഫ് ബോർഡ് തന്നെ നൽകുകയും ചെയ്തു. ഒപ്പമാണ് ഈ നിയമപരമായ ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്, ആ സംരക്ഷണം നൽകുന്നതിനാവശ്യമായ നിയമപരമായ പരിശോധന നടത്താൻ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് കൂടിയായ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ അടങ്ങുന്ന കമ്മീഷനെ സർക്കാർ വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഈ കമ്മിറ്റിയാണ് 3 മാസം കൊണ്ട് ഈ വിഷയത്തിൽ, മുനമ്പം വിഷയത്തിലെ പൂർണ്ണമായ നിയമപരമായ പരിശോധനകൾ നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. എന്തായാലും മന്ത്രിമാർ ഇക്കാര്യത്തിൽ വിശദീകരിച്ചത് 614 വരുന്ന കുടുംബങ്ങളുണ്ട് ഇത്തരത്തിൽ ആശങ്കയിൽ. അവരുടെ ഒരു ആശങ്കയും, പൂർണ്ണമായ ആശങ്ക ദൂരീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. അവരെ ആരെയും ആ ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ നിലവിൽ തയ്യാറല്ല എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. നേരത്തെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം സമരസമിതിയുമായി നടത്തിയ ചർച്ചയിലും വ്യക്തമാക്കിയതാണ്. ഒരാൾക്കും ആശങ്കപ്പെടേണ്ടതില്ല, പൂർണ്ണമായും അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കും സർക്കാർ എന്ന കാര്യം മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. അതിൽ നിയമപരമായവും ശാശ്വതവുമായ ഒരു പരിഹാരത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. എന്തായാലും അതിനുള്ള നടപടികളാണ് നിലവിലെ ഉന്നതതല യോഗത്തിൽ ആലോചിക്കുകയും ചെയ്തത്. അതിനായിട്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നിയമജ്ഞനായ ഒരാളെ തന്നെ കമ്മീഷന്റെ തലപ്പത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇനി നിലവിൽ ഒരു നോട്ടീസും വഖഫ് ബോർഡ് നൽകില്ല എന്ന കൃത്യമായ സർക്കാരിൻ്റെ നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വഖഫ് ബോർഡ്. അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിൽ മറ്റൊരിടത്ത് പോലും ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന കാര്യം ഉറപ്പാണ്. 3 മാസത്തേക്ക് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്ന കാലം വരെ ഇതിൽ മറ്റൊരു നടപടി ഇനി ഉണ്ടാകില്ല. ഒപ്പം തന്നെ ഈ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന കേസുകളിൽ റിവ്യൂ ഹർജി ഉൾപ്പെടെ സർക്കാർ നൽകുകയും ചെയ്യും. അതായത് ഈ കരമടക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കരം അടക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ നൽകണം എന്നൊക്കെ ആവശ്യപ്പെട്ടുള്ള ഹർജികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഉൾപ്പെടെ സർക്കാർ അതിൽ റിവ്യൂ ഹർജി നൽകി ഇനി തുടർന്നും കരമടക്കാനുള്ള സംവിധാനങ്ങൾ തുടർന്ന് നടപ്പിലാക്കും എന്ന കാര്യവും മന്ത്രിമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ അർഹരായവർക്ക് നിയമപരിരക്ഷയും സർക്കാർ തന്നെ നൽകും എന്ന കാര്യവും മന്ത്രിമാർ വിശദീകരിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2012 നിലവിൽ ഈ മുനമ്പത്തെ നോട്ടീസ് നൽകുന്നത് ജനങ്ങൾക്ക്. അവിടെയുള്ള
ഉള്ള വഖഫ് ഭൂമിയിലാണ് അവർ താമസിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി കൂടുതൽ രേഖകൾ ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടാണ് അന്ന് നോട്ടീസ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. ആ മന്ത്രിമാർ ഇക്കാര്യത്തിൽ വിശദീകരിച്ചത് അന്ന് ആരോടും ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസല്ല നൽകിയത്, പകരം അവർക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു നോട്ടീസായിരുന്നു നൽകിയത്. അതും നിലവിലെ ഈ സാധാരണക്കാരായ 610 പേർക്ക് ഉള്ള നോട്ടീസല്ല നൽകിയിരുന്നത്. അവിടെ വാണിജ്യ ആവശ്യത്തിന് ഭൂമി ഉപയോഗിക്കുന്നവർക്കാണ് ആ നോട്ടീസ് നൽകിയിരുന്നത് എന്ന കാര്യവും മന്ത്രിമാർ വ്യക്തമാക്കുന്നു. എന്തായാലും ഇതിൽ മറ്റൊരു ആശങ്കയ്ക്ക് നിലവിൽ സമരം നടത്തുന്നവർക്കോ അവിടെ ജീവിക്കുന്ന ആളുകൾക്കോ ഒരു തരത്തിലുള്ള അടിസ്ഥാനവും വേണ്ട കാര്യമില്ല. കാരണം അവർക്കൊപ്പമാണ് സർക്കാർ എന്ന കാര്യം വീണ്ടും സർക്കാരും മന്ത്രിമാരും വിശദീകരിക്കുകയാണ്. ഒപ്പം തന്നെ പൂർണ്ണമായ നിയമപരിരക്ഷയും ഒപ്പം അവരുടെ സംരക്ഷണത്തിന് ആവശ്യമായ ഒരു മുതിർന്ന നിയമനം അടങ്ങിയ ഒരു കമ്മീഷനെ കൂടി വെച്ചുകൊണ്ട് അവർക്കൊപ്പമാണ് സർക്കാർ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ജിംഷാദ്. ശരി വിജിനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.